ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ശ്രീദേവി മഹാത്മ്യം കിളിപ്പാട്ട്, 7-ാം അധ്യായം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണി നമോസ്തുതേ. മാതർമേ മധുകൈഢഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിസുംഭാവഹേ സുംബധ്വംസിനീ സംഹാരാസുദുരിതം ദുർഗേ നമസ്തേ അംബികേ ദുർഗേ നമസ്തേ അംബികേ ദുർഗേ നമസ്തേ അംബികേ. ഓം ശ്രീ മഹാദേവി നമഃ. ചണ്ഡമുണ്ടന്മാർ പെരുമ്പടയോടുമച്ചണ്ഡികാദേവിയെ ചെന്നു കണ്ടിടിനാർ. ശൈലേന്ദ്രശൃംഗേ മഹാസിംഹകന്ധരേ നീലോൽപലാക്ഷിയെ കണ്ടാരസുരരും. മുമ്പിൽ ഞാൻ എന്നൂ പറഞ്ഞുടൻ വമ്പോടടുക്കുന്നവൻ പട കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയം നെറ്റിത്തടത്തിങ്കൽ നിന്നുടൻ ഉത്ഭവിച്ചിടിനാൾ കാളിയോമിത്രയും ദുഷ്പ്രേക്ഷമായ കരാള മുഖത്തോടും പാശവും ഖഡ്ഗവും ഖട്വാംഗവും ധരിച്ചാശകളൊക്കെ നിറഞ്ഞ നാദത്തോടും വൃത്തവിസ്താരമം വക്രയോമെത്രയും രക്തനേത്രങ്ങളും ചഞ്ചല ഗുഹയും മുണ്ടമാലാഭരണം ദിവചർമ്മവും കുണ്ടലവും കുമ്പി കൊണ്ടണിഞ്ഞങ്ങനെ ഘോരാസുരപ്പടതൻ നടുവിൽ പുക്കു വാരി വിഴുങ്ങിത്തുടങ്ങിനാൾ. തേരാളികളെയും തേരുമൊരുമിച്ചോ വാരിപ്പിടിച്ചോ കടിച്ചോ തകർക്കയും ഹസ്തിവൃന്ദത്തെയും അശ്വഗണത്തെയും അസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങിയും ഖഡ്ഗഖഡ്വാംഗ ദന്താഗ്രങ്ങളെ കൊണ്ടും ഉദ്ധത ബാണ നഖരങ്ങളെ കൊണ്ടും ഖണ്ഡിച്ചൊടുക്കിനാൾ വൻപടയെല്ലാമേ. ചണ്ഡനും കോപിച്ചടുത്താനതു നേരം മണ്ഡലാകാര ധനുസ്സുമായി സന്നിധോ കാളിയെ ബാണങ്ങൾ കൊണ്ടും മൂടിയിടിനാൻ കാളമേഘം മഴ പെയ്യുന്നതുപോലെ. മുണ്ടനും ചക്രങ്ങളെ പ്രയോഗിച്ചതു കണ്ടു കോപിച്ചടുത്തേടിനാൾ കാളിയും. ചണ്ഡനുടെ ശിരസ്സാശു ഖഡ്ഗത്തിനാൽ ഖണ്ഡിച്ചിതു കാളി കോപേന തക്ഷണം. മുണ്ടനെ ഖട്വാംഗപാതേന കൊന്നു ഭൂമണ്ഡലം തന്നിലിട്ടാർത്താൾ ഭയങ്കരം. ചണ്ഡമുണ്ടന്മാരുടെ തല രണ്ടുമച്ചണ്ഡികാദേവി തൻ മുൻപിൽ വെച്ചിടിനാൾ. സന്തുഷ്ടയായോരു ദേവി അതു കണ്ടു ചിന്തിച്ചു കാളി തന്നോടരുളി ചെയ്തു, ചണ്ഡമുണ്ടന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞെനിക്കുന്നതു കാരണം ചാമുണ്ടി എന്നു ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം. അധ്യായമേഴു സംക്ഷേപിച്ചു ചൊല്ലിനേൻ, ഭക്ത്യാ കുതൂഹലം പൂണ്ടു കേട്ടിടുവിൻ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവി നമോ നമഃ.